ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതധികം എല്ലില്ല, കുറേശ്ശെ എല്ലുള്ള ചിക്കനാണ്. ഇനിയിപ്പോൾ ബോൺലെസ് വാങ്ങിയാലും മതി. ഇത് പിന്നെ എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ഒന്ന് കുറച്ച് മസാലയൊക്കെ പരത്തിയിട്ട് ഒന്ന് വെക്കുക. കുറച്ച് സമയം കുരുമുളകിൻ്റെ പൊടിയാണ്, ഇത് മുളകിൻ്റെ പൊടി, ഉപ്പ്, മഞ്ഞളിൻ്റെ പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, ഇതെല്ലാം പരത്തിയിട്ട് നമുക്ക് കുറഞ്ഞ സമയം ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ, ഇതൊക്കെ ഒന്ന് ഇതുമ്മ പരത്തി വെക്കാം. പിന്നെ കുറച്ച് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് നോക്കാം. നമുക്ക് ആദ്യം ഇതിനെ കുറച്ച് 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ച് വെക്കാം. പത്ത് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ നമ്മൾ പിടിക്കും. ഇത് മൊരിഞ്ഞ് വെക്കാം. ഇപ്പോൾ ചിക്കനായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ ചിക്കന് ഇതിൽ മാറ്റാം. ഈ ഓയിൽ തന്നെ മതി നമുക്ക് ഉപയോഗിക്കാൻ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊന്ന് വാട്ടി വെക്കാം. അപ്പോൾ കണ്ടോ, അതൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് ഇതിലേക്ക് വെച്ച് വെക്കാം. കോൺഫ്ലവറാണ് നന്നായി വെച്ച് വെക്കാം. കുറച്ച് കസ്കസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. കസ്കസ് പൊടിച്ച് വെച്ച കസ്കസ്, ഇത് സോയാ സോസ്, നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് വെക്കാം. ഇതൊന്ന് ഇളക്കി വെക്കാം. ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടാവും, ഇട്ട് കൊടുക്കാം. ഇത് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസിലുണ്ടാക്കിയ ചിക്കനാണ്. മസാല ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലതാക്കാം. ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കിയാത്ത. ചിലവർക്ക് മസാല ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തവർക്ക് നല്ലതായത്. കണ്ടോ, ഇങ്ങനൊന്ന് ചിക്കൻ ഉണ്ടാക്കി വയ്ക്കാം. കുറച്ച് സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ ഇങ്ങനെ കഷ്ണാക്കി എടുത്താൽ മതി. ഇതെല്ലാം പാടെ ഒന്ന് നന്നായി ചേർത്ത് ഇത് തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു കറി ഉണ്ടാക്കി വെക്കാം, ജ്യൂസൊക്കെ ഒഴിച്ചിട്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് കണ്ടോ, ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കണ്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. മസാല കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.